എന്തായാലും അതിൽ നിന്ന് കുറച്ച് പേരെ പിടിച്ചിരുത്തി ഞാൻ എന്താ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു ഇൻട്രോ പറയും ആ പ്രേമത്തില് എവിടെ നിന്ന് വന്നാണോ മരഭൂതമേ, നീ എവിടെ വന്ന മരഭൂതമേ, ഉള്ളിന്ന് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് എനിക്ക് ഇവനെ വരുന്ന അറിയില്ല. ഓക്കെ, ഇവൻ സൈക്കിളിൽ പുറകിൽ ഈ സീനിലേക്ക് എൻട്രി ആവുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മളൊരു പ്രൊമോഷൻ പോയപ്പം ഈ മക്കാവ് പേടിച്ചിട്ട് എന്റെ ഷോൾഡറിനെ കണ്ടു പേടിച്ചതാണ്. അപ്പൊ അപ്പിട്ടു. അതേപോലെയുള്ള അനുഭവങ്ങൾ എന്ന ക്യാരക്ടറിന്റെ രണ്ട് സ്വഭാവ പിണങ്ങുന്നിടത്തല്ലേ നമുക്ക് സ്നേഹമുള്ളൂ. എഴുതിയെടുക്കാൻ പാടില്ല ഇതൊക്കെ. എന്റെ മനസ്സിൽ വരുന്നതല്ലേ. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ICG. അപ്പം ഈ വരുന്ന ഒക്ടോബർ 16-ാം തീയതി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഇറങ്ങാൻ പോവുകയാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ഈ ഒരു പേര് കേൾക്കുന്നുണ്ട്. ഷറഫുക്കയോടൊപ്പം അനുപമ പരമേശ്വരനുണ്ട് ആൻഡ് ഹ്യൂജ് സ്റ്റാർ കാസ്റ്റും എത്തുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് കുറച്ച് പേരെ പിടിച്ചിരുത്തി ഞാൻ എന്താ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രോ പറയും. ഒരു മിനിറ്റ് കണ്ടിട്ട് ഒഴിവാക്കണോ? ഞാൻ ഇക്ക പറഞ്ഞിട്ടാണ് കണ്ണള വെച്ചത്. അത് ഞാൻ വിചാരിച്ചില്ല അതാ എത്ര കാര്യമായിട്ട് എടുക്കുന്നു. ഓക്കെ, ഗസ്റ്റ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അപ്പീലില്ല. എന്തായാലും കണ്ണട വെച്ചിട്ട് ഭംഗിയില്ല. അതെ, ഇത്ര മനോഹരമായിട്ടുള്ള കണ്ണുകൾ വെച്ചിട്ട് ഷറഫൊക്കെ ഇരിക്കുമ്പോൾ കണ്ണുകളെ നോക്കി സംസാരിക്കാനാണ് എനിക്കും താല്പര്യം. അപ്പം എന്തായാലും ഇത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഈ സിനിമ ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ പടമാണ്. അതിനൊരു കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇത്രയും നാളും ഒരു നല്ല നല്ല ക്യാരക്ടർ റോൾസ്, വില്ലൻ റോള്, ഹീറോ റോളൊക്കെ ചെയ്ത ആള് പ്രൊഡ്യൂസറുടെ വേഷം കൂടി അണിയാണ് പെറ്റ് ഡിറ്റക്റ്റീവിലൂടെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊക്കെ ഉണ്ട്. മറ്റേ മുടക്ക് മുതൽ അല്ലെ, ആ ഒരു POVയിലും കൂടെ ചിന്തി. എന്താണ് തോന്നുന്നത്? അല്ല, നമ്മളിപ്പോ ആഗ്രഹിച്ച സിനിമയാണ് നമ്മൾ ചെയ്തു വച്ചേക്കുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനൊരു സിനിമയായിരിക്കണം വരേണ്ടത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കണം ഈ സിനിമയെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ പൂജ മുതൽ ഞാൻ ആഗ്രഹിച്ചത് ഈ സിനിമ ഗോകുലം ഈ പടത്തിലേക്ക് വരണമെന്നും ഈ ഗോകുലം ഈ സിനിമ റിലീസ് ചെയ്യണമെന്നും എല്ലാം എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ സംഭവിച്ചു. ആഗ്രഹിച്ചതിൽ ഒട്ടുമിക്കാറും എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 1-2 ആഗ്രഹങ്ങളും കൂടി കറക്റ്റ് ആയാൽ എല്ലാം ഓക്കെ ആവും. എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഇതിനകത്ത് ഡയറക്ടർ ആയിട്ടുള്ള പ്രണീഷ് ചേട്ടൻ, ഷറഫൊക്കെ നേരത്തെ അഭിനയിച്ച ഹാപ്പി വെഡിങ്ങിന്റെ കോ റൈറ്റർ കൂടിയാണ്. അപ്പം ഹാപ്പി വെഡിങ് ഇറങ്ങിയിട്ട് അത്യാവശ്യം പ്രണീഷേട്ടന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പ്രണീഷേട്ടന്റെ ഒരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ ഞാൻ ഇത്തിരി ടെൻഷൻ ആവുന്നു. ബുദ്ധിജീവിയായിട്ട് കാണാറുണ്ടാ ആണല്ലേ? അതായത് ഒരു ഇതുമില്ല, ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി. അപ്പം ഹാപ്പി വെഡിങ് ഇറങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ശേഷമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് സംഭവിക്കുന്നത്. അതില് മനു എന്ന് പറയുന്ന ഹീറോടൊപ്പം സ്കോർ ചെയ്ത് നിൽക്കുന്ന, വേണമെങ്കിൽ ഹീറോയേക്കാൾ അല്ലെ കുറെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ് മനു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അതിനൊക്കെ ജന്മം കൊടുത്ത ആളാണ്. അപ്പം പെറ്റ് ഡിറ്റക്റ്റീവിലും അതേപോലെ തന്നെ ഷറഫുദ്ദീൻ ഒക്കെ എന്താണ്, ഷറഫൊക്കെ കത്തിക്കുമോ? ഷറഫുദ്ദീൻ കത്തിക്കും. ഷറഫുദ്ദീൻ കാരണം ഇത് നമ്മൾ അത്രയും ഫൺ ഫില്ല് ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയൊരു മൂവിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എനിക്ക് ഷറഫുദ്ദീനെ ടോട്ടലി എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഈ പ്രൊജക്റ്റ് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ വേറെ പ്രൊജക്റ്റ് ആലോചിക്കും. അപ്പോൾ ഷറഫ് എനിക്ക് കുറച്ച് എന്തെങ്കിലും ചേഞ്ച്, എന്തെങ്കിലും വ്യത്യാസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഷറഫുദ്ദീൻ്റെ ഒരു ടോട്ടൽ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഇത് ഈ പടത്തിലുണ്ടാവും. ഈ പടത്തിലൊരു അങ്ങനെ ഒരു ടോട്ടലി ഷറഫുദ്ദീൻ ഇത് നിറഞ്ഞാടുന്ന പടം എന്നൊക്കെ പറയണ ഒരു എത്ര എക്സ്പ്രഷൻ അല്ല ഇക്ക, ഞാൻ പറയും ഇപ്പം വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമറസ് ക്യാരക്ടർ റോൾസിലും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ റോളിലും ഒരു റോം കോം ഹീറോ ആയിട്ടും കണ്ടിട്ടുണ്ട്. ഇക്കൊക്കെ ഏതാണ് ഇങ്ങനെ ഈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം? എല്ലാം ബുദ്ധിമുട്ടുണ്ട്, അത് ആദ്യം പറയണമല്ലോ. പിന്നെ ഏറ്റവും സുഖം, ഏറ്റവും രസം കോമഡി ഒക്കെ ചെയ്യുമ്പോഴാണ്. കോമഡി, പക്ഷെ കോമഡി ചെയ്യുമ്പോഴല്ലേ പ്രത്യേകിച്ച് ചേച്ചി കുറച്ചും കൂടെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് അത് വേണം. പക്ഷെ ഞാൻ പറഞ്ഞത് അത് നല്ല ഈസി ആയിട്ട് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ അതിനെ കുറിച്ച് എഫേർട്ട്ലെസ് ആണ് തന്നെ വരും. അതാണ് ചേച്ചി അല്ല അപ്പം എനിക്ക് കോമഡി ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് എന്താ പറയാ ഓക്കെ ആയിരിക്കും. പക്ഷെ കോമഡി ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും.
എന്നാൽ എനിക്ക് മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇന്ത്യൻസ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അത് മറ്റൊരാൾക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഒരു ജോണറിൽ ഇപ്പോൾ ബേസിക്കലി ഞാനൊരു കൊമേഡിയൻ ആയിട്ടുള്ള എല്ലാവർക്കും അല്ലേ കോമഡിയാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്തായാലും ഒരു കോമഡി ഫൺ പടത്തിൽ ചെയ്യുമ്പോൾ എനിക്കുണ്ടാവും. പെറ്റ് ഡിറ്റക്റ്റീവിൽ അങ്ങനെ എന്താ പറയുക, എന്നെ കൊണ്ട് അങ്ങനെ കോമഡി എന്നല്ല, ഞാനൊക്കെ പോകുന്ന ട്രാവൽ കോമഡിയാണ്, അതിലാണ് നിൽക്കുന്നത് മൊത്തം. ഈ സ്പോട്ട് ഇംപ്രവൈസ് ചെയ്തിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഹലോ മമ്മിയിൽ തന്നെ ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. അപ്പം ഇക്ക എങ്ങനെ കയ്യിൽ നിന്ന് എടുത്തിടും സ്ക്രിപ്റ്റ് അല്ലാണ്ട്? ഇല്ല, സഞ്ജിന്ന് എടുത്തിടും. ഓക്കെ, ഇല്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ പറയട്ടെ, ഷറഫിന്റെ അഹങ്കാരം കണ്ടു ഇയാളെ ഫേസ്ബുക്ക് പേജിൽ അതിലാണ് നോട്ടം. അല്ല, ഞാൻ പറഞ്ഞത് ഈ കൈ നിർത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ആ സീനിൻ്റെ അകത്ത് നമ്മൾ വളരെ സാധ്യതകൾ തേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കയ്യിൽ നിന്ന് വരിക എന്നൊക്കെ പറയുന്ന സാധനം. അതൊരു ഭാഗ്യമാണ്. അത് ആ സിനിമയ്ക്ക് ചേരുമ്പോൾ അത് ഞാനെപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ സ്ക്രിപ്റ്റിൽ വന്നതല്ലാതെ വേറെ 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 ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാവും എനിക്ക്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാൻ കിട്ടും. ഇപ്പോൾ ഞാൻ ശ്യാം ഇപ്പം ഉണ്ടല്ലോ, ശ്യാം ഇപ്പോൾ എന്നോട് സിനിമയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ സിനിമ കാണുമ്പോഴാണെങ്കിലും ശ്യാമിൻ്റെ പ്രേമലൊക്കെ കാണുമ്പോഴാണെങ്കിലും എനിക്ക് ശ്യാമിനെ കുറിച്ചും അതേ അഭിപ്രായമാണ്. എന്ന് വെച്ചാൽ ശ്യാം ഇത് തന്നെ ചെയ്യാൻ നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൂളായിട്ട് തന്നെ കൈന്നെടുത്തിടാനുള്ള, നമുക്ക് ഈ കൈന്ന് ഇടുക എന്ന് പറയുന്ന കാര്യത്തിനുള്ള ധൈര്യമാണ് ആദ്യം. ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മളിത് ഇട്ടതിന് ശേഷം അയ്യേ എന്ന് ഡയറക്ടർ പറയുമോ എന്നുള്ള നമ്മുടെ പേടി, ഇതെല്ലാം നമുക്കൊരു ബാലൻസിങ്ങിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു ഡയറക്ടറെ തുടക്കത്തിൽ ഒരു സിനിമയിൽ ഇതുപോലെ കൈന്നിങ്ങനെ ഇട്ട് പറഞ്ഞപ്പോൾ ഡയറക്ടർ അല്ല അത് വേണ്ട, അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമതും ഞാൻ നല്ല രസമായിട്ട് എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളി എടുത്ത് പോയി കണ്ടു, സാർ ഞാൻ ഇപ്പോൾ 2 ദിവസമായുള്ള ഷൂട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ പറയുന്നുണ്ട് സാർ പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ സിനിമയിൽ ഉടനീളം എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് തുടക്കത്തിലൊക്കെ ഉള്ള സാർ. പക്ഷേ പുള്ളി പറഞ്ഞു എന്നാൽ തൻ്റെ ഇഷ്ടത്തിന് ചെയ്തു, തനിക്ക് അങ്ങനെ വരുന്നെങ്കിൽ താൻ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആളെൻ്റെ അടുത്ത് സത്യം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പ്ലാൻ ചെയ്ത ക്യാരക്ടർ ഇതല്ല, പക്ഷെ ആ ക്യാരക്ടർ നിൽക്കുന്ന സ്പേസിനേക്കാളും കുറച്ചും കൂടി എന്റർടൈനിങ് ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇല്ല, അത് പറയുന്നത് ശരിയല്ല. ട്രൂ. എന്നാ ഞാൻ ചോദിച്ചോട്ടെ, ആ പ്രേമത്തിൽ എവിടെ നിന്ന് വന്നാണ് മരഭൂതമെന്നത് ഉള്ളിന്ന് വരുന്ന പോലെയാണ് നമുക്ക്. അത് എനിക്ക് ഇവനെ വരുന്ന അറിയില്ല. ഓക്കെ, ഇവൻ സൈക്കിളിൽ പുറകിൽ ഈ സീനിലേക്ക് എൻട്രി ആവും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ നിൽക്കുന്നതിനെ കുറിച്ച് അനുപമയ്ക്ക് ഒരു ഇൻഫർമേഷൻ ഇല്ല. ഓക്കെ, ഇതെല്ലാം കൂടി അൽഫോൺസ് ഒരു സെറ്റിംഗ് നടത്തുകയാണ്. സിജുവിനെ അവിടെ എവിടെ വളവിൽ ഒളിപ്പിച്ച് നിർത്തിയേക്ക സൈക്കിളായിട്ട്, മനസ്സിലായോ? എന്നിട്ട് സിജു അവിടുന്ന് ഈ സീനിലേക്ക് കയറാനാണ് സിജു അവിടെ വന്നിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കൈ കിട്ടിയ പേപ്പറിൽ സിജു ഇല്ല. ഓക്കെ, അപ്പോഴാണ് ഞാനിത് അവതരിപ്പിച്ച് കഷ്ടപ്പെട്ട് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിജു പറയുന്നത് എടാ ഗിരിരാജ് വഴി നീയാണോന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ്, നീ അവിടെ വന്നടാ മരഭൂതമേ, മനസ്സിലായോ? ഈ സീനിലേക്ക് നീ എവിടെ നിന്ന് വന്നെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അത് പറയുന്നൊരു ഇൻഫർമേഷൻ ആണ്. ഈ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഓപ്പോസിറ്റ് ഇപ്പം ഷറഫുഖിനെ പോലെയൊക്കെയുള്ള എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് നിൽക്കുമ്പോഴേ നമ്മൾ അതിന്റെ ഒരു കറക്റ്റ് മീറ്റർ പിടിക്കുക എന്നുള്ളത് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഓക്കെ നമ്മളെ സിനിമയിൽ ആദ്യത്തേത് ഒരു ബമ്പർ ഹിറ്റ് ആണെങ്കിൽ കൂടി ഒരു പേടി ചേട്ടനുണ്ടോ ശ്യാം ചേട്ടൻ? അത് നമ്മളൊരാള് സംസാരിച്ചൊരു ഇത് കിട്ടുമല്ലോ. ആദ്യം നമുക്ക് ഉറപ്പായിട്ടും ഷറഫിക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര നമ്മൾ റെസ്പെക്ട്, ഇപ്പൊ ഇല്ലെന്നല്ല പറയുന്നത്, ആദ്യം നമുക്കൊരു പേടിയും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ പുള്ളിയായിട്ട് നമ്മൾ സീന് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിട്ട് പുള്ളി ചോദിക്കും, എടാ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ അവിടെ അഴിഞ്ഞാടി ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇതാണ്. അപ്പൊ സുരാജേട്ടനാണെങ്കിലും ഇതുപോലെ ആയിരുന്നു. ഞാൻ ED ചെയ്യുന്ന സമയത്ത് പുള്ളിയാണെങ്കിലും ഇപ്പൊ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ പുള്ളി തലേദിവസം രാത്രി എന്നെ വിളിക്കും, എന്നിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാവും, എടാ സ്ക്രിപ്റ്റ് നോക്കിയോ, അതിനകത്ത് എന്തെങ്കിലും പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുമോ. കാരണം പുള്ളിയൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്ത് വന്നത് കൊഴുപ്പിക്കുന്നതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ.
ആ ഒരു സാധനം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു പേടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ് അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുമ്പോൾ കിട്ടണം. അതിപ്പം നസ്ലീൻ ആണെങ്കിലും സംഗീതാണെങ്കിലും രണ്ടുപേരും പ്രേമലൂൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ക്ലൈമാക്സിന് തൊട്ടുമുമ്പുള്ള ആ ഒരു ടെറസിലെ സീനൊക്കെ അത്രയും വർക്കായത്. പലതും നമ്മൾ ആ സമയത്ത് ഇട്ട സാധനങ്ങളാണ്. കിസ് ചെയ്യുന്നതൊക്കെ അപ്പോഴാണ് അവർ പ്ലാൻ ചെയ്തിട്ട സാധനം. അവരുടെ കിസ്സിംഗ് ഇല്ലേ? കൊള്ളാം കൊള്ളാം. പ്രസിദ്ധ ചേച്ചി, ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയില് ഫോണില് റാൻഡം ആയിട്ട് ചേച്ചിയുടെ നമ്മള് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരം കണ്ടതാണ് പറക്കും തെളികയിലെ ആ ഒരു ഇന്റർവ്യൂ കാണുന്ന സീൻ. അപ്പം ഇത് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്ത അന്ന് ചേച്ചി മേ ബി ചേച്ചിയുടെ ഇത് നോക്കുകയാണെങ്കിൽ ചേച്ചി 1988 കരിയർ തുടങ്ങിയതാണ്. മൂന്നാം മുറയുടെ തുടങ്ങിയതാണെങ്കിലും ഈ പറക്കും തെളിക സംഭവിക്കുന്നത് 2000 അല്ലേ, 2000 ആ ഒരു സമയത്താണ്. അപ്പോഴ ചേച്ചിക്ക് അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി ഹരിശ്രീ അശോകൻ ചേട്ടൻ, ദിലീപ് ഏട്ടനൊക്കെ അന്നത്തെ ഒരു ഇതായിട്ട് നിൽക്കുകയാണ്, കത്തി നിൽക്കുന്ന സമയമാണ്. അവർ ഈ സ്പോട്ട് ഇംപ്രവൈസേഷന്റെ ആശാമാരാണ്. തീർച്ചയായിട്ടും. അതെ അതെ അതെ. അതെങ്ങനെയുണ്ടായിരുന്നു അന്ന് ആ ഒരു സീൻ? ആ സിനിമയിൽ ഒരു എപ്പിക് സീനാണത്. അതെ, എനിക്ക് അത് ആക്ച്വലി പറഞ്ഞ ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു. അപ്പൊ എനിക്കിത് അറിയില്ലായിരുന്നു. ലൈക്ക് ആ സിനിമയുടെ ഒരു ഒട്ടുമിക്ക ഭാഗവും ആ ഒരു ഇന്റർവ്യൂവിലാണ് കറക്റ്റ് ചെയ്ത് പോണത് എന്നുള്ളത്. ഞാൻ വെച്ചു ശരി, ബിക്കോസ് താഹയായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ താഹ ഇങ്ങനെ ഒരു ഇതുണ്ട്, വരാൻ പറ്റുമോ ഒരു അപ്പം ഞാൻ പറഞ്ഞു ശരി വരാം, കുഴപ്പമൊന്നുമില്ല. കാരണം അന്നൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഷറഫിന് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരോട് പറയുമല്ലോ, ഒന്ന് എനിക്ക് എൻ്റെ പടമാണ്, ഒന്ന് വന്ന് ചെയ്യണം. അപ്പം അതേ അടുപ്പാണ് അന്ന്. അതൊന്നും കൂടെ കുറച്ചൊരു, കാരണം ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ മിമിക്രി ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ചും ദിലീപായാലും ശ്രീചേട്ടനായാലും ഒക്കെ നമുക്കറിയാം എങ്ങനെ ചെയ്താൽ അത് അവരും കൂടെ ചേർന്ന് നല്ലൊരു സിങ്കായിട്ട് വരുന്നറിയാം. പിന്നെ ജസ്റ്റ് പറഞ്ഞ് ഇതാണ് സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് അറിയാമല്ലോ, ഇംപ്രവൈസ് ചെയ്ത് എങ്ങനെ കളറാക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പിന്നെ എന്താ അതൊക്കെ പിന്നെ സൂപ്പർ ഹിറ്റ്. ആരും വിചാരിച്ചില്ല ഇത്രയും വലിയ ഹിറ്റ് ആവുന്ന. അവരുടെ ഓരോ മറുപടി കേൾക്കുമ്പോ ചേച്ചിയുടെ ആ ചമ്മുന്ന എക്സ്പ്രഷൻ ആണ് ഹൈലൈറ്റ് ആക്ച്വലി. അവര് ചേച്ചിയുടെ മറ്റേ ഡാർലിംഗ് ഡാർലിംഗ് അല്ല അതില് ആ പടത്തിന് എന്നോട് മറ്റേ സേനൻ സാർ വന്നപ്പോ പറഞ്ഞു, അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേ പറഞ്ഞു ആള് നല്ല സുന്ദരിയായിക്കണല്ലോ, പിന്നെ നമ്മൾ എന്താ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി കാര്യം ചെയ്യാം, ശബ്ദം മാറ്റി പിടിക്കാം. അങ്ങനെയാണ് ശബ്ദം മാറ്റി പിടിച്ചത്. കാരണം എന്തെങ്കിലും ഒരു അപാകത വരണല്ലോ അവിടെ, നല്ല ദിലീപേട്ടന് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദിലീപേട്ടന് ശബ്ദം മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സാധനം അപ്പൊ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ പല ഇംപ്രവൈസേഷൻസ് നടക്കും. പത്രത്തില് ചേച്ചി സീരിയസ് ക്യാരക്ടർ സീരിയസ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അതൊരു തമാശക്ക് ഇങ്ങനെ കാണിച്ചു നിന്നെങ്കിലും അത് താങ്ക്സ് ടു രഞ്ജിയേട്ടൻ കാരനാണ് എനിക്ക് ആ ഒരു കഥാപാത്രം കിട്ടിയത്. അതിന് മുമ്പ് ഒരു സിനിമയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അത് നടന്നില്ല. അപ്പോഴാ പറഞ്ഞു ഇതിൽ ഉറപ്പായിട്ടും എനിക്കതിൽ അപ്പോൾ 2 സീനറ്റേ ഉള്ളൂ, പക്ഷെ അത് നല്ല വെടുപ്പായിട്ട് ചെയ്തു തീർക്കാൻ പറ്റി. ഇപ്പൊ കോമഡിയും സീരിയസും ഇത്ര ഈസിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടർ ആയതുകൊണ്ട് ചേച്ചിയോട് ചോദിക്കുക, ഫീമെയിൽസിൽ ഏറ്റവും നന്നായിട്ട് കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടർ ആരാണ് ചേച്ചി? സുകുമാരി അമ്മ. പിന്നെ ഷീസ് എ ലെജൻഡ്. സുകുമാരി അമ്മയെ നമ്മൾ ആക്ച്വലി പുള്ളിക്കാരിയുടെ ഒരു എന്ന് വെച്ചാൽ മൊത്തം ഗ്രാഫ് എടുത്ത് നോക്കിയാൽ തന്നെ കോമഡി, അതായത് സീരിയസ് ക്യാരക്ടർ കൊടുത്തു നോക്കൂ, അതുപോലെ ഈവൻ അമ്പലത്തിലെ ക്യാരക്ടർ പോയിട്ട് പിന്നെ നമ്മളെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയൊക്കെ കാണണ്ടേ, അങ്ങനെ ആ ട്രാൻസിഷൻ ശരിക്കും നമുക്ക് ഒന്നും ഒരു അപാകത ഫീൽ ചെയ്യില്ല. ചേച്ചി നല്ല പാൻറ്റും ഇതൊക്കെ ഇട്ട് വന്ന് 2 ഡയലോഗ് പറഞ്ഞാലും അത് ഭയങ്കര ഒരു വൈബ്രൻസി ഉണ്ട് അവിടെ. ഇവരെയൊക്കെ കണ്ടാണല്ലോ നമ്മൾ വരുന്നത്, അല്ല നമ്മളിവിടെ പഠിക്കൊന്നും പോയിട്ടില്ല. ഇത്രയും ലെജൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ ടൈമിങ്ങിനെ കുറിച്ച് അവർ നമ്മളോട് പറഞ്ഞു തരും ചെയ്യും, ഇതിങ്ങനെ ചെയ്യണം. കാരണം നമ്മളപ്പോൾ ന്യൂ കമ്മേഴ്സ് അല്ലേ, അപ്പോൾ ഇതിന് ഇങ്ങനെ വേണം. കാരണം ഓരോ ഇതിനും ടൈമിങ്ങിൻ്റെ കാര്യം വ്യത്യാസം. സ്റ്റേജിന് വേറെ, നമ്മൾ ടെലിവിഷനിൽ അഭിനയിക്കുമ്പോൾ വേറെ, സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ ടൈമിങ് വേറെ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടൊരു ക്ലാസ്സിൽ പോയ ഒരു കോളേജിൽ കയറിയ പോലെ എടുത്ത അവസ്ഥയായിരുന്നു. ഐ മീൻ സോ വി കുഡ് ലേൺ. സുകുമാരി അമ്മയാണ് എൻ്റെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സുകുമാരി അമ്മ. അപ്പൊ നിങ്ങൾ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് അഭിനയിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പെറ്റ് ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങളെക്കാൾ ഒരു പടി ഒന്ന് പ്രോമിനന്റ് ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അനിമൽസിന്റെ ഒപ്പമാണ്. ഇവരെ അങ്ങോട്ട് ടൈമിങ് പറഞ്ഞാലും ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അതിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കേൾക്കേണ്ടത്. ഹൗ വാസ് ഇറ്റ്? കാരണം ഇതിന്റെ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒരു മെക്കാവിനെ കാണാം, പട്ടിക്കുഞ്ഞിനെ കാണാം, ഒരു എരുമേനെ കാണാം, അല്ലേ? ലോഡ് ഓഫ് അനിമൽസ് അതേ. പറയൂ. സോങ്ങിലാണ് കൂടുതലും. സിനിമ ഒരു പെറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റാത്ത സ്പേസിൽ നിൽക്കുന്ന ഒരു പെറ്റായിരുന്നു.
പിന്നെ ഇതിലൊരു ഷിറ്റ്സു ഉണ്ട്, ഒരു കെവിൻ എന്ന് പറഞ്ഞിട്ട്. ചേച്ചിയുടെ കയ്യിൽ അതെ അതെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സിനിമയുടെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് പെറ്റ്സ് വരുന്നൊരു സീനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ പെറ്റ്സ് വരുന്നത് നമ്മൾ കുറച്ചധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കട്ട് കട്ട് അല്ല, നമ്മൾ ആ പെറ്റ്സിനെ ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ പോയത് അതിൻ്റെതായ രീതിയിൽ തന്നെയായിരുന്നു. അപ്പം എല്ലാവരും എന്താ പറയുക, കാരണം അവർക്ക് അതിൻ്റെതായ സമയം എടുക്കും പെറ്റ്സ് വരാൻ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര സമയം അഭിനയിക്കുള്ളൂ, ഇത്ര സമയം കഴിഞ്ഞ് റെസ്റ്റ് ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷിറ്റ്സുവിന് മൂടില്ലാണ്ട് ഒരു ഷൂട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അവരെ നമുക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇതാക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളൊരു പ്രൊമോഷൻ പോയപ്പം ഈ മക്കാവ് പേടിച്ചിട്ട് എന്റെ ഷിറ്റ്സുവിനെ കണ്ട് പേടിച്ചതാണ്. അപ്പൊ അപ്പിട്ടു. അതേപോലെയുള്ള അനുഭവങ്ങൾ അപ്പിട്ടുള്ളൂ. ചേട്ടാ, ആദ്യത്തെ സിനിമ ഇതേപോലെ പെറ്റ്സിനെ വെച്ചിട്ട് ആണ്. അതിന്റെ ഒരു ഹാൻഡ്ലിംഗ് പ്രോബ്ലം എന്താവും, എങ്ങനെ, അങ്ങനത്തെ ടെൻഷനൊന്നും പ്രണിഷൻ ഉണ്ടായതേ ഇല്ല? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സോങ്ങിനായിരുന്നു ബേസിക്കലി ഇത്രയും പെറ്റ്സ്. അപ്പോ ആ ഒരു സോങ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്കൊരു 1-2 പെറ്റ്സ് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈസി ആയിട്ട് പോയി, വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. നിങ്ങളിൽ ആരൊക്കെയാണ് ഇവിടെ പെറ്റ്സ് പേഴ്സൺ? ഐ മീൻ പെറ്റ്സിനെ ഇഷ്ടമുള്ള? പിന്നെ തീർച്ചയായിട്ടും പൂച്ച ഇഷ്ടമാണ്, പക്ഷെ വീട്ടില് പൂച്ചയില്ല. പൂച്ച ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതെന്താന്നറിയോ, ഇതിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചേച്ചി? ഇതിപ്പോ ഇവിടെ വെച്ചിട്ടില്ലേ, നാളെ വേറൊരു ബ്രാൻഡ് ഇത് ചോദിക്കും. തനിക്ക് അറിഞ്ഞൂടാന്നുള്ളൂ, ഇതിന്റെ മുതലാളിക്ക് അറിയാം. ഇതിങ്ങനെ വന്നപ്പോ എനിക്ക് എന്താണ് ഇവിടെ ഒരു ബ്രാൻഡ് ഇത് ചെയ്യാലോ. നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് വെക്കണം. ആക്ച്വലി അതാണ് വേണ്ടത്. അതെ, കറക്റ്റാ. അടുത്ത തവണ നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ ആങ്കേഴ്സിന് ടീഷർട്ടോ ബാഡ്ജോ കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ. അയ്യോ, നമ്മൾ ഇത്രയും നേരം ഇവരുടെ അടുത്ത് അഭിനയിച്ച എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. പേര് പറ. ടോണി ജോസ് അലൂല. ആലുവയോ? ടോണി ജോസ് അലൂല ഇന്റർനാഷണൽ. അതെന്താണ്? അത് ഞങ്ങൾ അങ്ങനെയാ. ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് ടോണി. ടോണി ഒരു ഡിറ്റക്റ്റീവ് ആണ്. പുള്ളി ഒരു പെറ്റ് ഡിറ്റക്റ്റീവായി മാറുകയാണ്. ഞാൻ ഗൂഗിളിൽ ചെറിയൊരു ഇത് വായിച്ചായിരുന്നു. ഗേൾഫ്രണ്ട് കൂടെ താമസിക്കുമ്പോ ഒരു മെക്കാവുമായിട്ട് അല്ലേ, അങ്ങനെ അങ്ങനെയല്ല കഥ, അങ്ങനെയാണ് ഗൂഗിളിൽ കിടക്കുന്നത്. അത് എയ്സ് വെഞ്ചുറ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ കഥയാണെന്നാണ്. എനിക്കാകെ ഒക്ടോബർ 16 ഇറങ്ങുന്ന ഈ ഒരു പെറ്റ് ഡിറ്റക്റ്റീവ്. പ്രശസ്തമായ ഒരു ജിം ക്യാരിയുടെ പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ട്. അതെ അതെ അതുണ്ട്. ഭയങ്കര 2 പാർട്ടുണ്ട്. എനിക്ക് ഷറഫൊക്കെയാണ് ഫേമസ്. ഇതാണെങ്കിൽ എന്നെ പൊക്കി പറഞ്ഞ. ഓക്കെ, അപ്പൊ അത് ടോണി ഇന്റർനാഷണൽ അലൂല. ഓക്കെ, ശ്യാം ചേട്ടാ ശ്യാമിന്റെ പേര് ഒരു പേര്. അതെന്താ പേരിലൊക്കെ രസമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പേര് കണ്ടുപിടിക്കണ തന്നെ രസമാണ്. ശരി, ഈ അലൂല എന്ന് പറയുന്ന പേര് തന്നെ 2 തവണ പറഞ്ഞിട്ടാണ് ഇതായത്. ഒരു വെറൈറ്റി കേൾക്കാത്ത പേര്. എവിടെ നീ പേരൊക്കെ ഇട്ടത്? അലൂല ആക്ച്വലി അലൂല ഇപ്പൊ ശരിക്കും അലൂല എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരാണ്. ഓ, ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും? പിന്നെ ശരിക്കും അല്ലേ, ശരിക്കും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. കറക്റ്റ് അത് തന്നെയായിരുന്നു. ഭയങ്കര അത്രയും കറക്റ്റ് ആയിട്ട് നടന്നൊരു സ്റ്റോറി. പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ശ്യാം ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് പറയാൻ പറ്റില്ല, എന്നാൽ ക്യാരക്ടറിന്റെ 2 സ്വഭാവ സവിശേഷതകൾ പറയാം, പെക്യുലാരിറ്റീസ്. അയാള് ഒരു ഷർഫിക്ക ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഉള്ളിൽ പറയാൻ പറ്റില്ല. ഒരു ഇടുത്തി പോലെ ഒരു പോയിന്റിൽ വന്നു വീഴുന്ന ഒരു ക്യാരക്ടർ. അതെ, സിനിമയുടെ അകത്ത് ഒരു ഇടുത്തി പോലെ ഇയാളുടെ യാത്രയിൽ ഇയാളുടെ ഒരു ഇതിൽ വരുന്നതാണ്.
പിന്നെ ഞങ്ങൾക്ക് എന്താ പറയാ, പിന്നെ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പൊക്കെയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ വരുവാണ്. അങ്ങനെയൊക്കെ വരും കണ്ണടയൊക്കെ. ഇതാണ് സവിശേഷത. അത് എന്താ പറയാ, ശ്യാമിന്റെ ക്യാരക്ടറൊക്കെ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസിലാണ്. ശരിക്കും എനിക്ക് ഇപ്പൊ ശ്യാം ഇപ്പൊ പ്രൊമോഷന് വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ആഗ്രഹം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ശ്യാമിനെ ഒക്കെ സിനിമയിൽ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞത് നമ്മളിപ്പോ പ്രൊമോഷന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യാണ്, കുറെ സർപ്രൈസസ് ഒക്കെ നമ്മൾ അങ്ങനെ പൊളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ സത്യം. ഇനിയിപ്പോ ഇതും കൂടി പറയാൻ ഞാൻ ഒട്ടും സമ്മതിക്കും. പ്രൊഡ്യൂസറുടെ ഒരു രോദനമാണ് രോദനമല്ല, ഒരു സിനിമ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു ട്രീറ്റ് ആണ്. അപ്പൊ ആ ട്രീറ്റിന്റെ രസം പോകണ്ടാണ്. അതാണ് അത് കാണുമ്പോൾ ഒരു രസമുണ്ട്. കാരണം നമ്മൾ അങ്ങനെയാണ് എൻട്രി കൊടുത്തേക്കുന്നത്. അതെ. ചേച്ചിക്ക് പറയാൻ പറ്റും. ചേച്ചി പറയാം. അതെ, എന്റെ ക്യാരക്ടർ പേര് ലോലിത മേനോൻ. ബന്ധങ്ങളൊന്നും പറയാൻ ബാക്കിയൊന്നും പറയില്ല. പിന്നെ ഇതില് ഒറ്റ വെച്ചാൽ എനിക്ക് ഇതിന് കോമഡി കാണിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് എന്റെ ഹൈലൈറ്റ്. സീരിയസ് ആണ്. അങ്ങനെ ഭയങ്കര ബിൽഡപ്പ് സിമ്പിൾ പടമാണ്. എന്തായാലും സിമ്പിൾ സിനിമ കാണാനായിട്ട് നമ്മൾ 16-ാം തീയതി വരെ കാത്തിരിക്കുന്നതായിരിക്കും. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ടു ദ ഡയറക്ടർ ചേട്ടൻ. എന്താ ചേട്ടാ സിനിമയുടെ ജോണർ? ഡിറ്റക്റ്റീവ് ആകുമ്പോൾ എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ് ആയിരിക്കും, പ്ലസ് ഹ്യൂമർ, ഒരു ടോട്ടൽ ഫൺ ഫിൽഡ് ഒരു അഡ്വഞ്ചർ കോമഡി. ഓക്കെ. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. കുറച്ച് ഒരു എബവ് ദ സെൻസ് പോകുന്ന കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഉള്ളൊരു കാണാനുണ്ടാവും. സൂപ്പർ. ഇപ്പം 10 വർഷം മുമ്പ് ഇറങ്ങിയ പ്രേമത്തിന്റെ ഒരു യൂണിവേഴ്സ് എടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണെന്നാണ് തരളിതയാമ പാട്ടിറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞത്. ലൈക് ഷറഫൊക്കെ ഉണ്ട്, അനുപമ ഉണ്ട്, ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശബരീഷ് ഏട്ടൻ, രാജേഷ് ഏട്ടനാണ് മ്യൂസിക്. അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം. കാരണം അല്ലെ, നിങ്ങൾ ബിഗിനേഴ്സ് ആ ഒരുമിച്ച് തുടങ്ങിയിട്ട് ഇന്നൊക്കെ നിങ്ങൾ എല്ലാവരും എവിടെയാ നിൽക്കുന്നത്, അത് ഭയങ്കര സന്തോഷം. അത് മാത്രമല്ല, ഞാനിപ്പോ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പ്രൊഡക്ഷൻ ഒക്കെ ആവുമ്പോ എനിക്ക് എന്റെ ഇവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണല്ലോ. ഞാൻ സുഹൃത്തുക്കൾ വരുന്നതിൽ നിന്ന് എനിക്ക് ഏറ്റവും കിട്ടുന്ന ആശ്വാസം അതാണ്. എന്താ പറയാ, കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് കമ്മ്യൂണിക്കേഷനിലും എല്ലാം. അവരുമായിട്ടുള്ളൊരു ഇത് ഓക്കെ ആയിരിക്കും. അതാണ് ഞാൻ ആലോചിച്ചത്. അത് അങ്ങനെ കൂടി ഉണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, ഒരു കാര്യം ചോദിക്കുന്നത്, അതിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോടാണ്. കൂട്ടുകാരെ പോലെയാണ്. ടെക്നീഷ്യനോട് സംസാരിക്കും പോലെ സംസാരിക്കണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനൽ മിക്സ് ചെയ്യുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം. അപ്പോൾ വിഷ്ണു റിയാലിറ്റി പറയും. ഓക്കെ, ഇത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേണമെങ്കിൽ ഞാൻ 2 ദിവസം കൊണ്ട് അടിച്ചു തരാം. അപ്പോൾ പറയാം അത് പറ്റില്ല. വഴക്കിടും. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞാൻ ഭയങ്കര തിരക്ക് പിടിച്ച് ചെയ്യിച്ച്, എന്നിട്ട് മറ്റേ ഇത് അപ്രൂവൽ വന്നില്ലല്ലോ. അപ്പൊ എനിക്ക് എന്നെ കളിയാക്കി മെസ്സേജ് അയച്ചു. ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. വൈകുന്നേരം എന്നെ വിളിച്ചു. അതുപോലെ വേറൊരു പടത്തിന്റെ വർക്കിൽ പുള്ളി തിരക്കിലായി കഴിഞ്ഞപ്പോ 2 ദിവസം ആ തിരക്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഞാൻ കുറെ ചീത്ത വിളിച്ചു. അപ്പൊ അതൊക്കെ വേറെ സ്പേസിൽ നടക്കുമല്ലോ. ചീത്ത വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ഇതാണ് ആ ഒരു ഫ്രീഡം. പിണങ്ങാന്നൊക്കെ പറയും. പിണങ്ങുന്നിടത്തല്ലേ നമുക്ക് സ്നേഹമുള്ളൂ. എഴുതിയെടുക്കാൻ പാടില്ല ഇതൊക്കെ. എന്റെ മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. വ്യൂവേഴ്സ് ക്യാൻ ടേക്ക് നോട്ട്സ്. ഓക്കെ. അപ്പം എന്തായാലും ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിനും പ്രണീഷ് ഏട്ടനും മലയാളത്തിലേക്ക് ഒരുപാട് നല്ല ഹിറ്റുകൾ ഇനി തരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. സിൻസ് ഇത് നിങ്ങളുടെ ഒരു ഡെബ്യൂ മൂവി ആയതുകൊണ്ട് പെഡ് ഡിറ്റക്റ്റീവ് വളരെ സ്പെഷ്യൽ ആയിരിക്കും. അപ്പം ആ ഒരു സ്പെഷ്യാലിറ്റി അതേപോലെ തന്നെ നമ്മളും മനസ്സിൽ കൊണ്ട് 16-ാം തീയതി എല്ലാവരും പോയിട്ട് പടം കാണണം. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.